iPhone 17 സീരീസ് ലോഞ്ച് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന ഐഫോണിൽ ഈ സിം കാർഡ് മാത്രമാണോ സപ്പോർട്ട് ആവുക എന്നത്. അതായത് ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന ഐഫോൺസ് നമ്മൾ പൊതുവെ അതിന് അറബിക് വേർഷൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ബോക്സിന് പിറകിലെ അറബി എഴുത്തോട് കൂടി വരുന്ന ആ ഒരു സ്മാർട്ട് ഫോണിൽ ഈ സിം കാർഡ് മാത്രമാണ് സപ്പോർട്ട് ആവുക. ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല 12ഓളം രാജ്യത്ത്, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന 12ഓളം രാജ്യത്ത് ഈ സിം കാർഡ് മാത്രമാണ് സപ്പോർട്ട് ആവുക. അതിൽ തന്നെ ഐഫോണിന്റെ എയർ എന്ന് പറയുന്ന മോഡൽ എല്ലാ രാജ്യത്തും, ഈ ലോകത്തുള്ള സകല രാജ്യത്തും ഇറങ്ങുന്നത് ഈ സിം കാർഡ് മാത്രം സപ്പോർട്ട് ആയിട്ടായിരിക്കും. അതല്ലാത്ത ബാക്കിയുള്ള വേരിയന്റിലൊക്കെ നമുക്ക് ഇന്ത്യയിലൊക്കെ ഈ സിം കാർഡ് അല്ലാതെ തന്നെ ഫിസിക്കൽ സിം കാർഡ് കൂടി ഇടാൻ സാധിക്കുന്നതാണ്. ഈ സിം കാർഡ് മാത്രമുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരേ സമയം ബെനിഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് ദോഷവുമുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ സിം കാർഡോട് കൂടി വരുന്ന ഐഫോണിനെക്കാളും കുറച്ചും കൂടി ബാറ്ററിയുടെ പവർ കൂടുതലായിരിക്കും. അതായത് ആ ഒരു ഫിസിക്കൽ സിം കാർഡിന്റെ ആ ഒരു സ്പേസ് കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി MAH കൂടിയ ബാറ്ററി ആയിരിക്കും നമ്മുടെ ഈ സിം കാർഡ് മാത്രം സപ്പോർട്ടുള്ള ഈ ഒരു ഐഫോൺസിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അതേസമയം ഇതിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന് പെട്ടെന്ന് കേടുവരികയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു നമ്പർ മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതിനായിട്ട് നമ്മൾ ആ ഒരു സിമ്മിന്റെ പ്രൊവൈഡർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ഏതെങ്കിലും ഓഫീസിലോ കാര്യങ്ങളിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അതേ നമ്പറിൽ നമുക്കൊരു മറ്റൊരു സിം കാർഡ് ലഭിക്കുകയുള്ളൂ എന്നൊരു പോരായ്മ കൂടിയുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ട് ഇറങ്ങുന്നതിൽ ഈ സിം കാർഡ് മാത്രമേ ഇറങ്ങാറുള്ളൂ. അതേസമയം തന്നെ ഇന്ത്യയുടെ വേരിയന്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ചില രാജ്യങ്ങളിലെ വേരിയന്റും കാര്യങ്ങളും ഹോങ്കോങ് വേരിയന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അവൈലബിൾ ആകുന്നുണ്ട്. അതിൽ നമുക്ക് ഫിസിക്കൽ സിം കാർഡ് കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ, നിങ്ങൾ ഈ ഒരു iPhone 17 സീരീസിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തു.